സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതി ശ്രുതിയൊക്കെ കൂടി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ് ശ്രീകാന്തിൻ്റെ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഓരോ വഴക്കായി അവർ തമ്മിൽ അടിയായിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ കാരണമാണ് ഞാൻ ഈ ഒരു നിലയിലെത്തിയത്. അവരുടെ അച്ഛനാണ്. അച്ഛൻ കുറച്ചും കൂടെ പ്രാക്ടിക്കലാക്കിയൊക്കെ ചിന്തിക്കുമായിരുന്നു. എനിക്കെന്ത് പൈസ ആയേനെ. ആ 50 ലക്ഷം രൂപ അത് അങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ലാത്തവരുടെ കയ്യിലേ പൈസ കിട്ടുള്ളൂ. അത് എൻ്റെ കയ്യിലെങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം നല്ലൊരു ജീവിതം ആയേനെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അച്ഛനെ ഇങ്ങനെ ശ്രുതി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. സച്ചി ആദ്യം അവനോട് മിണ്ടായിരിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവൻ മിണ്ടായിരിക്കുന്നില്ല. അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് അവൻ്റെ കൈയുടെ വിരളെ പിടിച്ചങ്ങ് തിരിച്ച് ഒടിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അവന് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാ പണിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ചൂടാകും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയോട് പറയുന്നുണ്ട്, വെറുതെ ഒന്നുമല്ല, അവൻ അച്ഛനെ പറഞ്ഞിട്ട് തന്നെയല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ അവന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ. ലാസ്റ്റ് അവിടെ ഭയങ്കര അടിയായി. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ദിവസം സ്നേഹത്തോടെ എല്ലാവരുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയല്ലേ ഞാൻ വിളിച്ചത്, എന്നിട്ട് നിങ്ങൾ അതിലും വലിയ വഴക്കിലേക്കാക്കിയോ? നിങ്ങളിനി വഴക്കുണ്ടാക്കാതിരിക്കുക, ഇതൊരു റെസ്റ്റോറൻ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ പറയുവാണ്. ശ്രുതി ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ ഉണ്ട്. അതിന് ശേഷം ഇവർ വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ രവീന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. അതിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ഇത് വിരൽ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇതിന് മോൻ്റെ വിരൽ നീ ഒടിച്ചോടാ, ഈ കൾച്ചർ ഇല്ലാത്തവന്മാരുടെയൊക്കെ കൂടെ എന്തിനാ മോനെ നീ പോയത്, കൾച്ചർ ഇല്ലാത്ത ആൾക്കാരല്ലേ ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയും. അപ്പോഴത്തേക്കും പറയും, കൾച്ചറിൽ ഇവൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞതെന്നറിയാവോ, അത്രയും വലിയ ഹോട്ടലിൽ പോയി കിടന്ന് നിങ്ങൾ ചുമ്മാ അടി ഉണ്ടാക്കി ഈ കൾച്ചർ ഇല്ലാത്തവരുടെ ഒന്നും കൂടെ പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയോടും കൂടെ. അതിന് ശേഷം ഇത് കേട്ടുകൊണ്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുമോ. സച്ചി ഒന്നിച്ച് പറയും, അവനെ എന്നെ അവിടെ കിടന്ന് പറഞ്ഞേന്നറിയാം, അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനതല്ലാതെ പറയണമായിരുന്നു എന്ന് പറയുന്നു. എല്ലാവരും കേൾക്കത്തില്ലേ, എല്ലാവരും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതേടാ എല്ലാവരും അറിയും, അതിനല്ലേ നിങ്ങൾ അവിടെ പോയി കിടന്ന് ബഹളം വെച്ചേന്നൊക്കെ ചോദിച്ചിട്ട് ഈ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുവാണ്. ചന്ദ്രമതി ശ്രുതിനെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. സച്ചി ചെയ്തതും രേവതി ചെയ്തതും വളരെ തെറ്റാന്ന് തന്നെ പറയുന്നു. അപ്പോഴത്തേക്കും പറയും, ഈ കുടിയൻ്റെ കൂടെയാണോ നിങ്ങളവിടെ കുടിയനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, കുടിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാശും കൊണ്ടാണ്, അദ്ദേഹം പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അദ്ദേഹം കുടിച്ചത്, അല്ലാതെ നീയോ നിൻ്റെ ഭർത്താവ് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വരിക. കണ്ടോ ഇവൾ അവനെ കുടിപ്പിച്ച് അവൻ്റെ ജീവിതം തന്നെ ഇവൾ കാരണം ഇങ്ങനെ ഇല്ലാതാക്കിയത്, ഇത്ര കൾച്ചർ ഇല്ലാത്ത രണ്ടെണ്ണങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. മോൾ ഇനി അവരുടെ അടുത്ത് മിണ്ടാനൊന്നും പോകണ്ട, മോൾ അവരുടെ അടുത്ത് ഒന്നിനും പറയാനും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര അടിയായിട്ടോ. എന്നിട്ട് അവർ ഇവിടെ ചെന്നേച്ച് ഇവനെ വെറുതെ അല്ല ഞാൻ അവനെ തല്ലിയെന്നൊക്കെ. അതിന് ശേഷം ശ്രീകാന്ത് പറയുന്നുണ്ട്, വെറുതെ അല്ല വഴക്കുണ്ടാക്കിയത് സച്ചിയേട്ടൻ, അച്ഛനെക്കുറിച്ച് മോശമായിട്ടൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് വലിയ കുലുക്കമൊന്നുമില്ല. ഇതെല്ലാം കേട്ട് അവരുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ലാസ്റ്റ് അച്ഛൻ നിർത്തുവിടേന്ന് പറയും കേട്ടോ. എല്ലാം കൂടെ എന്ത് ബഹളമായി കേൾപ്പിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോയി കിടന്ന് എല്ലാവരും കൂടെ ബഹളം വയ്ക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഓരോന്ന് പറയാം. ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നേച്ച് രണ്ടെണ്ണം ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, നീ കാരണമാണ് ഈ മക്കളിപ്പോൾ ഇങ്ങനെ ഇവിടെ തല്ലുകൂടാൻ കാരണം. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടതിന് പകരം നീ അവരുടെ കൂടി അവരെ കൂട്ടി നീ തമ്മിലടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഒരു ചമ്മലായിട്ട് ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. കാരണം ചന്ദ്രമതിയാണല്ലോ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല, ഒരു മകനെ തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അതിനുശേഷം ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല. അന്നേരപ്പോഴത്തേക്കും പറയുന്ന, അച്ഛ അത് പിന്നെയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതിയോട് ചോദിക്കും, നിനക്കും ബോധം പോയോ, ഇവനെ പോലെ തന്നെ നിനക്കും ബോധമൊന്നും ഇല്ല, നിനക്കും ഇതൊന്നും ചിന്തിക്കാനുള്ളൊരു കഴിവില്ലേ മോളെ എന്നിങ്ങനെ രേവതിയോട് ചോദിക്കണം. അച്ഛാ സോറി അച്ഛാ, അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഞങ്ങളിങ്ങനെ ആയതെന്നൊക്കെ പറയുന്നു. അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നാലും മറ്റുള്ളവരുടെ മുന്നിലിറങ്ങിയിട്ടാണോ നിങ്ങളിങ്ങനെ ചെയ്യേണ്ടത്, അത് വേറൊരാളുടെ അടുത്ത് വഴക്കുണ്ടാക്കിയാലും വേണ്ടില്ല, അത് സ്വന്തം ചേട്ടനനിയന്മാർ പോയി കിടന്ന് ഇങ്ങനെ പുറത്ത് പോയി കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ആൾക്കാരെന്ത് പറയും, ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടതല്ലേ, എന്നിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും രേവതി പറയും, അച്ഛാ ക്ഷമിക്കണം അച്ഛൻ, ഞാൻ അങ്ങനെ പറ്റിപ്പോയി അച്ഛൻ, ഇനി ഞങ്ങളിങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ക്ഷമ ചോദിക്കുകയാണ്. അതേസമയം ശ്രുതി ഇങ്ങനെ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് സച്ചിയോട് പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറയരുത്, ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുന്നേ വെച്ച് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ഇങ്ങനെ ഇവരുടെ അച്ഛൻ ഉപദേശിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത്. ആ മനുഷ്യനായിട്ടാണ് നിൻ്റെ അടുത്ത് ഇത്രയും പൊറുത്തത്. ആ മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ എന്ന് കൊണ്ടുപോയത്. ആ മനുഷ്യൻ എത്ര ഇതായിട്ടാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നിന്നെ ഇത്രയും അതൊക്കെ തെറ്റൊക്കെ മറന്ന് നിന്നെ ഇങ്ങനെ സ്വീകരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തെ നീ എപ്പോഴും കുറ്റം പറയുന്നില്ല, ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേടാ നീ വളർന്ന് ഇത്രയും എത്തിയത്, എന്നിട്ട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ ഈ ശ്രുതിയോട് ചോദിക്കും കേട്ടോ. ശ്രുതി പിന്നെ അവൻ്റെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ചിട്ട് ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, അത് വളർത്തുന്നതൊക്കെ അച്ഛനമ്മമാരുടെ ഒരു കടമയല്ല, അതിനെന്തിനാ എപ്പോഴും ഇങ്ങനെ ഈ കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാകും. അപ്പോൾ ചന്ദ്രമതി പറയും, ചോദിക്കുമ്പോളെ അതാ ശരിയാ, ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ എല്ലാത്തിനും കണക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവരും അങ്ങനത്തൊക്കെ തന്നെയാണ്. മോളി ഇങ്ങനത്തെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ഒന്നും ഇനി മോള് പോകണ്ട കേട്ടോ. എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് ഉപദേശിക്കണം, മോളി ഇനി ആ കൾച്ചർ ഇല്ലാത്തവരുടെ കൂടെ ഒന്നും പോകണ്ട, നമ്മളൊക്കെ ഈ കൾച്ചറുള്ള ആൾക്കാരാണ്, അവർക്കൊക്കെ തീരെ ഒരു കൾച്ചറും ഇല്ലാതെ കണ്ടില്ലേ പൂ വിറ്റ് നടക്കുന്ന പൂക്കാരിയുടെ പൂക്കാരി അവളുടെ വീട്ടുകാർ. അപ്പോൾ എത്രമാത്രം ഇത് ഉണ്ടാവുമെന്നറിയോ. മോളുടെ അച്ഛൻ അങ്ങനെയാണോ, വലിയ ബിസിനസ്സല്ലേ, അപ്പോൾ മോൾ ആ ഒരു രീതിയിൽ വേണ്ട നിൽക്കാൻ, ഇനി അവരുടെ കൂടത്തിൽ മോൾ കൂടാനൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിനെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി. രേവതി ഇങ്ങനെ അടുത്ത് സച്ചി വയ്ക്കുന്നുണ്ട്, ഞാൻ ചെയ്ത് തെറ്റായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല, നിങ്ങളെ ചെയ്ത സമയമാണ് മാറിപ്പോയത്, അതെന്താണെന്ന് ചോദിക്കും. സഹതാപ കല്യാണമല്ലേ അന്ന് പറഞ്ഞ് അവർ കളിയാക്കിയില്ലേ, അപ്പോഴായിരുന്നു നിങ്ങളതിന് മറുപടി പറയേണ്ടത്, അപ്പോഴായിരുന്നു കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ച നേരപ്പോൾ ഒന്നും വഴക്കുണ്ടാക്കാൻ പോവാതിരുന്നതെന്ന് പറയുന്നു. പക്ഷേ അച്ഛനെ പറഞ്ഞപ്പോൾ, അപ്പം നിങ്ങൾക്ക് അച്ഛനെ പറയുമ്പോൾ വേദന എടുക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്ര നാണം കെടുത്തിയാലും നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കതൊക്കെ പൊറുക്കാനുള്ള പറ്റൂലോ, പക്ഷേ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇട്ടെടുത്ത് ഇങ്ങനെ സച്ചി ചോദിക്കുന്നൊക്കെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് രവീന്ദ്രൻ മിണ്ടാതിരുന്നിട്ട് രവീന്ദ്രൻ ലാസ്റ്റ് ഇവരുടെ ഇടയ്ക്ക് കയറി പ്രശ്നമൊക്കെ സോൾവ് ചെയ്യണം. എന്നിട്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുന്നതൊക്കെയുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് ദേവ് കാണാൻ വരുവാണ്. ദേവ് കാണാൻ വരുന്നുണ്ട് രേവതീനെ. അപ്പോൾ രേവതിയും ദേവും കൂടെ തമ്മിലുള്ളൊരു പറയുന്നതും ഒക്കെയാണ് ഇനി നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഡീറ്റെയിൽ കഥയുമായിട്ട് കാണാം.